കൂടെ നിൽക്കുന്നവരെ ചതിക്കില്ല എന്ന്. അപ്പോ പറഞ്ഞതുപോലെ ഓക്കെ വടാ. രംഭ, ഇത്രയും നാൾ എനിക്ക് തോന്നിയിട്ടുണ്ട് താൻ ഒട്ടും ലക്കിയല്ലാന്ന്. പക്ഷെ ഇത് തന്നെ തേടി വന്നപ്പോ മറിച്ചായി. നോക്കിക്കോ, കബനിയോടുള്ള തന്റെ എല്ലാ കടങ്ങളും ഒന്നിച്ചു തീരും. അവളുടെ മുഖത്തിനും ചിരിക്കും ഇനി അധിക ആയുസില്ല. ജീവിക്കുന്ന രക്തസാക്ഷി. നല്ലതാ പ്രയോഗം. കബനിക്ക് ചേരും അത്. കുടിക്കേട്ടാ, കുടിക്ക്. കുറച്ചുകൂടി കുടിക്ക്. ഒരു സമാധാനവും ഇല്ല. നമ്മുടെ പ്രാർത്ഥനകൾ എന്താ ദൈവം കേൾക്കാത്തത്? ഇനി ഏത് രൂപത്തിലാ നമ്മൾ അപേക്ഷിക്കേണ്ടത്? അറിയാം, ശത്രുക്കൾ നമ്മുടെ മോടെ പുറകെ ഉണ്ടെന്ന് നന്നായി അറിയാം. അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ കാണാതിരിക്കുവോ? കണ്ണും കയ്യും എത്തുന്ന ദൂരത്തുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരുപാട് കൊതിച്ചു. ഇനി വൈകില്ല അവള് മുന്നിലെത്താനെന്ന് ആശ്വസിച്ചു. എന്നിട്ട് അവൾക്ക് ആപത്തുണ്ടെന്ന് സ്വാമികൾ പറഞ്ഞപ്പോ ഉർവശിയും മേനകയെ എത്ര സന്തോഷിച്ചു എന്നറിയോ? അവര് തന്നെയാണോ സ്വാമിജി പറഞ്ഞ ശത്രുക്കളെന്ന് ആർക്കറിയാം? അതും ചെയ്ത് കാണും, സംശയമില്ല. വിഷമിക്കണ്ട. എന്റെ മനസ്സിനൊട്ടും സമാധാനം കിട്ടാതെ വന്നപ്പോ ഞാനൊന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇത്രയും കാലം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ഇത്രയും വലിയ സ്വത്തിന്റെ അവകാശി ഒന്നുമില്ലാതെ ജീവിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞു ഓടി നടക്കുക. നമുക്കിനി കാവലിരിക്കാനൊന്നും അധികം സമയമില്ല. കൃത്യദിവസം എത്തുമ്പോ ഉർവശിയുടെ മേനകയുടെ ഒക്കെ ചിരിക്കുന്ന മുഖം മാറും. നമ്മൾ പോലും അവരുടെ അടിമകളാകും. നമ്മുടെ മോള് വരാതെ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ പിന്നെ ഒരു നിമിഷം നമ്മൾ ഇവരുടെ കൂടെ നിൽക്കണ്ട. ഓണം ഏതെങ്കിലും അമ്പലനടയിലോ മറ്റോ ചെന്ന് ബാക്കി കാലം കഴിച്ചുകൂട്ടാം. അയ്യോ, എന്താ, എന്ത് പറ്റി? ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് ടെൻഷനാക്കിയല്ലേ? പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവില്ല എന്നൊന്നും സ്വാമിജി പറഞ്ഞില്ല. പ്രാർത്ഥന കൂട്ടണം. നമ്മുടെ പ്രാർത്ഥനയേ ഉള്ളൂ നമ്മുടെ മോൾക്ക് കൂട്ടായിട്ട്. കൺമുമ്പിൽ എത്തിച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ മറ നീക്കി നമ്മളെ കാണിക്കും, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ജന്മത്തിന് അർത്ഥമില്ല. ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ അത് അവളെ കാത്തിരിക്കാൻ മാത്രമാണ്. രാധികച്ചി, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അയാൾ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്ന്? ആര്? ആ റിസോർട്ട് പണിയാൻ വന്ന മുതലാളി. ഞാൻ ആ ബ്രോക്കറെ കണ്ടിരുന്നു.
സ്വാമിക്കുട്ടി അയാൾ കുഴപ്പാ. അയാൾ ഒരു ഭീഷണി പോലെ എന്നോട് സംസാരിച്ചത്. എനിക്കറിയില്ല. ഇവിടെ വന്നിരുന്നു, എന്നോട് സംസാരിച്ചിട്ട് പോവുകയും ചെയ്തു. റിസോർട്ട് മുതലാളിമാരൊക്കെ ആവുമ്പോൾ വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തി വാങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാധികച്ചൊരു വാക്ക് പറഞ്ഞാൽ മതി. പിന്നെ അയാൾ ഈ നാട്ടിൽ കാലുകുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ? അല്ല, ഗംഗാരാട്ടനുള്ള കാലത്ത് അവരോട് അറുത്ത് മുറിച്ച് പറഞ്ഞതാ പറ്റില്ല എന്ന്. പിന്നെയും കയറി ഇറങ്ങാന്നൊക്കെ വെച്ചാ എന്തായാലും ഞാൻ അയാളൊന്ന് കാണുന്നുണ്ട്. വേണ്ട. അഥവാ ഭീഷണിപ്പെടുത്തിയാൽ തന്നെ ഞാൻ സഹിച്ചു. നീ ആരും ഇതൊക്കെ ചോദിക്ക? ഇവിടെ ആരെങ്കിലും വന്നാ അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഓ, ഇപ്പൊ എനിക്ക് ഉറപ്പായി അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കവലയില നമ്മുടെ പിള്ളേരോട് പറഞ്ഞാലുണ്ടല്ലോ, മുടക്കിയ കാശും കളഞ്ഞ് അയാൾ അക്കരെ ഇരിക്കേണ്ടി വരും. നീ ആരാ കവലച്ചട്ടമ്പിയോ? അയാൾ റിസോർട്ട് തുടങ്ങാതിരിക്കോ ചെയ്യട്ടെ, നിനക്കെന്താ? അയാൾ ആരെങ്കിലും തല്ലിയോ കൊന്നോ? ഇല്ലല്ലോ. പിന്നെന്താ? കാശുള്ളവർ എന്ത് ചെയ്താലും എതിർക്കണമെന്നൊന്നുമില്ല. രാധികച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വീട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടാണോ? ചിലപ്പോ ഞാൻ വിട്ടുകൊടുക്കും. അതിനെന്താ? അല്ല, രാധികച്ചി എന്തൊക്കെ മനസ്സിൽ വെച്ച് സംസാരിക്കുക? എന്താന്ന് വെച്ചാൽ തുറന്ന് പറ. ഗണേശ, ആ റിസോർട്ടിന്റെ ആളെക്കുറിച്ച് ഇനി മോശമായിട്ട് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. കാണുന്ന കാഴ്ചപ്പാട് കൊണ്ട് മാത്രം ആളുകൾ അളക്കരുത്. എല്ലാവർക്കും മനസ്സും മനസാക്ഷിയൊക്കെ ഇല്ലേ? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വലുത്, അവർക്ക് അവരുടെ കാര്യങ്ങൾ വലുത്. അത്രേ ഉള്ളൂ. അതല്ലാതെ ഇത് ചോദിക്കാൻ വേണ്ടി നീ ഇനി ഇങ്ങോട്ട് വരണ്ട. ചേടാ, ഇതെന്താ ഇങ്ങനെ? വല്ലാത്തൊരു മാറ്റമാണല്ലോ രാധികച്ചിക്ക്. ആട്ടി ഓടിച്ചവർക്ക് വേണ്ടി ന്യായം പറയും. അത് വളരെ വിചിത്രമാണല്ലോ. പേടി കൊണ്ടാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുക്കാം. എന്താ നിനക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ഗണേശ, ഇനി നമ്മുടെ ബന്ധമൊന്നും നോക്കാതെ ഞാൻ എന്തേലും പറഞ്ഞു പോവും. നീയോ നിന്റെ കൂട്ടുകാരോ കാരണം ആ റിസോർട്ട് പണിയുന്ന ആൾക്ക് എന്തേലും സംഭവിച്ചാ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാന്ന്. ദൈവമേ, കൈവിട്ടു പോയാ? അല്ലാതെ പിന്നെ വേണ്ടെങ്കിൽ വേണ്ട. ചേട്ടാ, എന്നാലും ആരും എതിർത്തൊന്നും പറയണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഇപ്പോഴും എന്നെ തേടി അലയുന്ന ഒരാളെ ഞാൻ വേദനിപ്പിച്ചൂടാ, ദ്രോഹിക്കാൻ കാരണമായിക്കൂടാ.
എന്താ സംഭവിച്ചത്? ഏതോ പുറത്തുനിന്നുള്ള ഗുണ്ടകളാണ് സാർ. പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേക്കും എനിക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടണം. രംഭയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് കബിന് കാരണമോ സർ? കബിനി അവളെ ബോധപൂർവം അവർക്ക് മുന്നിൽ നിർത്തി കൊടുക്കുമായിരുന്നു സർ. ചിന്ത ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല സർ, രംഭ പറഞ്ഞത് സത്യമാ. ഇവള് തന്നെയാ സർ. കബനി, ഇതും നമുക്ക് നേരെ തന്നെ. അപ്പോ കുന്നത്ത് പത്മനാഭന്റെ കാര്യം കൂടി ഓക്കെ. എന്റെ പൊന്ന് സാറേ, 1-2 പ്രോജക്റ്റിന്റെ കൂടെ എന്നെ കൂടി ഒന്ന് കൂട്ടാമോ? ആ കേറ്. എന്തിനാ? അല്ല, ഈ തന്ത്രങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ. അയ്യോ, ഞാൻ ആകാശം തുളച്ച് ഊഞ്ഞാല് കിട്ടുന്നവനാണെന്നാ സകലരും പറയുന്നേ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നടക്കാത്ത കാര്യം വളരെ സിമ്പിളായിട്ടല്ലേ സാർ കൈകാര്യം ചെയ്തത്? സാറേ, ഞാനും കൂടി ഒന്ന് പഠിക്കട്ടെ സാറേ. താൻ തന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്താൽ മാത്രം മതി. ആ, അപ്പോ എങ്ങനെയാ സാറേ, ഇനി എന്നാ പണി തുടങ്ങാ? അതിനി ഒരു കടമ്പ കൂടി ഉണ്ടല്ലോ. അതിന് കുറച്ച് കാശ് വീശിയാ പോരെ? നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പോവാം. പോവാം. ഒരാളുടെ മനസ്സ് വേദനിച്ചൂടാ. നിറഞ്ഞ സമ്മതം, നിറഞ്ഞ കൈ, അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയാലും അതിന്റെ വളർച്ച ഇവിടുത്തെ ആളുകളുടെ സഹകരണം അനുസരിച്ചാ നിലനിൽക്കണമെങ്കിൽ അതാണ് വേണ്ടത്. അത് കറക്റ്റ്. അതിന് ദേ കല്ലിടുന്ന ദിവസം നമുക്ക് സകലവനെയും വിളിച്ച് അസലൊരു പാർട്ടി കൊടുക്കാം. ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫുൾ പൈറ്റ്. ജനം അറിയട്ടെ. താൻ വീണ്ടും തന്റെ ലെവലിൽ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. കൂടെ നിർത്തുക എന്ന് പറഞ്ഞാ ചാക്കിലാക്കുക എന്നല്ല. അതാദ്യം മനസ്സിലാക്ക്. വാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഓ, ഹലോ മേനക, എന്തു പറ്റി? ആണോ? എന്നിട്ട് അവളിപ്പോ എവിടെയുണ്ട്? ഞാൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മേനക, ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാണ്. പ്ലീസ്, ഞാൻ അവിടെ എത്തുന്നവരൊന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ? എന്താ സാറേ? കോളേജിലൊരു പ്രശ്നം. എനിക്ക് അവിടെ പെട്ടെന്ന് എത്തിയേ പറ്റൂ. അവിടെ പോയിട്ട് വരാൻ 10 മിനിറ്റ് മതി. അതൊന്ന് കഴിഞ്ഞോട്ടെ സാറേ. നോ നോ, ഐ ഹാവ് ടു ഗോ. സാറേ, കോളേജിലൊരു സംഘർഷമാണ് നടന്നിരിക്കുന്നത്. എന്റെ മോൾക്കാ പരിക്ക് പറ്റിയത്. ഞാൻ പോയിട്ട് വരാം. മകളെന്ന് പറഞ്ഞത് അന്ന് കബഡി കളിക്കാൻ വന്ന മുതലല്ലേ? കണ്ടാലറിയാൻ കുഴപ്പമാണെന്ന്. പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ റൗഡി ആയിരിക്കും. ആ, കാശുള്ളവർക്ക് എന്തായാലും എന്താ. ഇന്ന് ഇതെല്ലാം കൂടി പറഞ്ഞു തീർക്കാമെന്ന് കരുതിയതാ. എങ്കിൽ പിന്നെ ഇത്തിരി ചില്ലറങ്ങി പോന്നേനെ. ആ, അത്തിപ്പഴം പഴുക്കുമ്പം കാക്കയ്ക്ക് വായ്പുണ്ണ്. തിന്നാ യോഗമില്ല. ഓക്കെ സർ, തീർച്ചയായും. സാർ വന്നോളൂ. ഇവിടെ എല്ലാവരും ഉണ്ട്. വന്നോളൂ. ഇതേ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. സോ രംഭ, ആക്ച്വലി വാട്ട് ഹാപ്പൻ? സർ, പഴയ പ്രിൻസിപ്പാലിന് നന്നായി അറിയാം. കബനി എപ്പോഴും എന്നോട് വൈരാഗ്യത്തോടെ പെരുമാറുന്നത്. അപ്പൊ നീയോ? ഞങ്ങക്ക് നിത്യേനെ വിരുന്ന് നടത്താണോ? സ്റ്റോപ്പ് ഇറ്റ്. കുട്ടി പറയൂ. സർ, സംഭവം നടക്കുമ്പോ ഞാൻ അവിടെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. കബനി ബോധപൂർവം എന്നെ അവരുടെ മുന്നിലേക്ക് തള്ളിയിടുകയായിരുന്നു. അല്ല സർ, ആ വെപ്രാളത്തില് ഞാനും ടെൻഷനായി. നോ സർ, ഞങ്ങൾ കണ്ടതാ. രംഭ പറയുന്നതാണ് സാർ സത്യം. സാർ, ഈ മണികണ്ഠനും അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹി ഈസ് ഓൾസോ അഗൈൻസ്റ്റ് us. എന്തായി പറയണേ? ഞാൻ ഒന്നും ചെയ്തില്ല. സർ, എന്റെ ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണം. അല്ലെങ്കിൽ എനിക്ക് മാനേജ്മെന്റിനോട് പരാതിപ്പെടേണ്ടി വരും. അറിയാലോ, അതെന്റെ വീട്ടിൽ തന്നെയാ. സർ, പ്ലീസ്. രംഭ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. പക്ഷേ ആ രീതിയിൽ സാറിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടായിക്കൂടാ. സർ, ഋഷി സാർ എപ്പോഴും കബനിക്ക് സപ്പോർട്ടാണ്. സാറിന്റെ പിൻബലത്തിലാ ഇവളെല്ലാം ചെയ്യുന്നത്. നോ സർ,
ഞാനെപ്പോഴും ന്യായമെന്ന് തോന്നിയ ഭാഗത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ. അല്ല, ഋഷി സാർ വളരെ പാർഷ്യലായ കാര്യങ്ങൾ കാണുന്നത്. അതെ സർ, കുറെ നാളായിട്ട് ഒരു കാര്യത്തിലും ഇവിടെ ജെന്യൂൻ ആയിട്ട് ഒന്നും നടക്കുന്നില്ല. പഴയ പ്രിൻസിപ്പള് ഋഷി സാറിനെ വാൺ ചെയ്തിട്ട് പോലുണ്ട്. സർ, മിസ്റ്റർ ഋഷി പ്ലീസ് നോക്കൂ, പുറത്തുനിന്ന് ആളുകൾ വന്ന് നടത്തിയ സംഘർഷം. മേ ബി നിങ്ങൾ ചിലപ്പോൾ പരസ്പരം സംശയിക്കുന്നുണ്ടാവും. പോലീസ് കേസെടുത്തിട്ടുണ്ട്, അവര് വരട്ടെ, എന്നിട്ട് നമുക്ക്. ഇവിടെ നടന്നതൊന്നും പോലീസ് അന്വേഷിക്കില്ലല്ലോ സർ. സർ, നടപടി എടുത്തേ പറ്റൂ. പിന്നെ ഋഷി സാറിന്റെ സപ്പോർട്ട്, അത് സാറിന് ക്യാമ്പസിൽ അന്വേഷിച്ചാൽ അറിയാം. ഒരു സ്റ്റുഡന്റും സാറും എന്ന നിലയിലല്ല കബനിയും സാറും ക്യാമ്പസിൽ പെരുമാറുന്നത്. സർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ കബനി സാറും ഒരു രാത്രി മുഴുവൻ ഒരു വീട്ടിൽ. സോറി സർ, അത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഞങ്ങളവിടെ സ്റ്റക്കാവുമായിരുന്നു. അത് സാറ് പറഞ്ഞ കഥയല്ലേ, യാഥാർത്ഥ്യം ആർക്കറിയാം? സർ, ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. ഞാനും രംഭയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രംഭയ്ക്ക് എന്തെങ്കിലും വരണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നെ ശിക്ഷിക്കണമെങ്കിൽ സാറിനെ ശിക്ഷിക്കാം, മറിച്ചൊന്നും തെളിയിക്കാൻ എനിക്കിപ്പോ കഴിയില്ലല്ലോ. സർ, ഇതവളുടെ സ്ഥിരം പതിവാ, സെന്റിമെന്റ്സിൽ ആളുകളെ വീഴ്ത്തൽ. ഇക്കാര്യത്തിൽ ഞങ്ങളത് സമ്മതിക്കില്ല. അല്പം തെറ്റിയിരുന്നെങ്കിൽ എനിക്ക് ജീവിതകാലം പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. കബനിയെ സസ്പെൻഡ് ചെയ്യണം. അല്പം തെറ്റിയിരുന്നെങ്കിൽ എനിക്ക് ജീവിതകാലം പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. കബനിയെ സസ്പെൻഡ് ചെയ്യണം. സൈലൻസ് പ്ലീസ്. ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് അല്പം സമയം വേണം. സോ പ്ലീസ് ബി ക്വയറ്റ് ടിൽ ടുമോറോ. സർ, എന്റെ തീരുമാനം പാർഷ്യലാവില്ല. യു മേ ഗോ. സർ, അവര് പറയുന്നതൊക്കെ പച്ച കള്ള. രംഭ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ സാറൊന്ന് ക്ഷമിക്കണം. ഭയങ്കര ക്രൂരമായ മനസ്സ് അവൾക്ക്. നിങ്ങൾക്കും പോകാം. സർ, നിക്ക്. ഇനി നീ എന്ത് ചെയ്യും? നീയും നിന്റെ ഋഷി സാറും കൂടി കഥ വിളമ്പുമ്പോ അത് കേട്ടിരിക്കുന്ന പഴയ പ്രിൻസിപ്പൾ അല്ല. നാളെ നീ കോളേജിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അഥവാ ഇയാള് മറിച്ചാണ് തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ സമരമാ. ഈ കോളേജ് ഇന്ന് വരെ കാണാത്ത സമരം ഇവിടെ നടക്കും. നീ പുറത്തു പോവാതെ ഞങ്ങൾ പിന്മാറില്ല. എന്ന് നിനക്ക് അവസരം തന്ന ദൈവം ഇത് എനിക്ക് തന്ന അവസരമാ. സോ കബനി നോ മിസ്റ്റർ ഋഷി, നിങ്ങൾ ഇനി കൂടുതൽ സംസാരിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേ ഹാവ് ലോട്ട്സ് ഓഫ് കംപ്ലൈൻറ്റ്സ് അഗൈൻസ്റ്റ് യു. സർ, വന്നുകൂടാ. യു ആർ എ ടീച്ചർ എനിവേ. ഋഷി, ഇത് വിട്ടേക്കൂ. കൃത്യമായ തീരുമാനം ഞാൻ എടുത്തോളാം, മാനേജ്മെന്റുമായി സംസാരിച്ചിട്ട്. കുട്ടികൾ പറയുന്ന ഇത്തരം കംപ്ലൈൻറ്റ്സ് ഇനി ആവർത്തിക്കാൻ പറ്റില്ല. കോളേജ് ഈസ് നോട്ട് എ ഹോളിഡേ ട്രിപ്പ്. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. സാർ, എന്തായി സാർ? അത് നമുക്ക് നോക്കാം. അപ്പോ സാറിനെ കൊണ്ട് ഒന്നും നടക്കില്ല അല്ലേ കബനി? പ്രതീക്ഷ കൈവിടണ്ട. സാറ് വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തും, എനിക്കത് ഉറപ്പുണ്ട്. കബനി,
അയ്യോ മോളെ, അയ്യോ ഈശ്വര, ഞാൻ എന്തോ ഈ കാണുന്നേ? ചെറിയ പരിക്കേ ഉള്ളൂന്ന് നീ വിളിച്ചു പറഞ്ഞിട്ട് എന്താ മോളെ ഇത്? അയ്യോ മേനകേ, മേനകേ, എന്താ മേനകേ, വാ. അവള് വന്നോ? നോക്കിയ കുഞ്ഞിന്റെ മുഖം ഒന്ന്. അയ്യോ കണ്ണിനെന്താ? ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ നീ എന്താ സമ്മതിക്കാഞ്ഞേ? ഡോക്ടർ എന്താ പറഞ്ഞേ? കണ്ണിന് പരിക്കൊന്നുമില്ല. എന്നിട്ട് അവളെവിടെ? കോളേജിൽ തന്നെ ഉണ്ടോ? ഉണ്ട്. അവള് കരുതി കൂട്ടി ചെയ്തതാ അമ്മമ്മേ. ഞാൻ രക്ഷപ്പെടുമെന്ന് അവൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. ഞാനിപ്പോ പ്രിൻസിപ്പളിനെ വിളിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അയാൾ കോളേജിന് പുറത്താ. ഡാഡി ഇപ്പൊ വരും. മോളെ, നല്ല ഡോക്ടറെ ആണോ കണ്ടത്? നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കണോ? അതെ, കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. കണ്ണിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? കണ്ണടച്ച് കെട്ടണ്ടെന്നാ ഡോക്ടർ ആദ്യം പറഞ്ഞത്. നിർബന്ധിച്ചത് ഞാനാ. അല്ലെങ്കിൽ ചിലപ്പോ അവളോട് ക്ഷമിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിപ്പോവും.